ഹലോ മൈ ഗൈസ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യണത്. അപ്പോൾ ഒരു യാത്ര പോവാണ്, കമ്പനിയുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതേ ലഗേജൊക്കെ എടുത്തിട്ടുണ്ട്, എന്താ ലഗേജൊക്കെ എടുത്തിട്ടുണ്ട്, കാണാം. അപ്പോൾ എന്താ പറയുക, കുറേ ആൾക്കാരെന്നെ ചോദിച്ചു എന്താ വീഡിയോ ചെയ്യാത്ത, വീഡിയോ ഒക്കെ ഒരുപാടായല്ലോ കണ്ടിട്ട് വ്ളോഗ് എന്നൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ബിസി ആയിരുന്നു വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗിൽ വരാൻ പറ്റാത്തത്. ഇനി വരും ദിവസങ്ങൾ എന്തായാലും വീഡിയോയിൽ വരും, അടിപൊളിയായിട്ട് നമുക്ക് പോവാം. സാധാരണ നമ്മൾ വ്ളോഗിലായിരുന്നു ഫായിസും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനും പിന്നെ കമ്പനിയിലെ ആസിഫും പിന്നെ നമ്മുടെ സ്വന്തം അമിത് ഭായി ആണ്. അമിത് ഭായ് എന്തൊക്കെയുണ്ട്? അപ്പോൾ ഞങ്ങൾ ഇതിലാണ് പോണത്, അതായത് ആക്സെൻറ്റിലാണ് നമ്മൾ പോണത്. ഇതെന്താണിത്, പെണ്ണ് കാണാൻ പോണാടാ? ലഗേജ് ഇതാരതാണിത് ഗൈസ്? നിക്കർ ഗൈസ്, ഇതാരതാണിത്? എന്നാ പോവാം. അപ്പോൾ നമ്മളൊരു ബായ് പറഞ്ഞ് പോണേണ്. അപ്പോൾ നമ്മൾ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദമാമുക്കാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ 1 മണി സമയം ആവാനായിട്ടുണ്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ വരുന്നത്. ഏകദേശം ഇവിടെ നിന്ന് ഒരു 4 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പോയി നോക്കാം. കുറേ കാലത്തിന് ശേഷമാണ് ദമാമിലോട്ട് വീണ്ടും ഒരു യാത്ര നമ്മൾ പോകുന്നത്. പിന്നെ നമ്മളെ കൂടെ ആസിഫ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ അമിത് ഭായ് ഉണ്ട്. അമിത് ഭായ് ഭയങ്കര എന്താ പറയുക ചുള്ളനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അങ്ങനത്തെ ഞങ്ങളിതാ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ രാത്രി ഞങ്ങളിപ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് യാത്ര ഇരിക്കുമ്പോൾ. അപ്പം ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണെന്ന് അറിയില്ല. ശേഷം 2 ദിവസം നിൽക്കാനുള്ള ലഗേജൊക്കെ ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ അവസ്ഥകൾ എന്താണ്, ചിലപ്പം 2 ദിവസം നിൽക്കേണ്ടി വരാം, ചിലപ്പോൾ 1 ദിവസം കൊണ്ട് തന്നെ പോരേണ്ടി വരും. എന്താണ് അവസ്ഥകളൊന്നും അറിയില്ല. ഇപ്പോൾ രാത്രിയൊക്കെ ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഓൾറെഡി കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. കാരണം ഫുഡ് ഇനി വിഷയം ആവശ്യമായിട്ട് ചിലപ്പോൾ അവിടെ കിട്ടുമോ എന്തൊന്നും അറിയില്ലല്ലോ നമുക്ക്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സോ ചായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പോകുന്നത് കമ്പനി പർപ്പസിൻ്റെ ഒരു ആവശ്യമാണ്. അതായത് പുതിയ മാർക്കറ്റ്, അതേപോലെ പുതിയ നമ്മുടെ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ അവിടേക്ക് എത്താൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. മെയിനായിട്ട് നമ്മൾ അൽഖോബാർ എന്ന് പറയുന്നത് മാമി തന്നെ ഏറ്റവും അറിയപ്പെട്ട 2 മാർക്കറ്റുകളാണ്, അൽഖോബാർ അതുപോലെ തന്നെ സീക്കോ മാർക്കറ്റ്, അങ്ങനെയുള്ള പിന്നെ ജുബൈൽ, അങ്ങനെയുള്ള ഒരുപാട് മാർക്കറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ, അവിടെ വിസിറ്റ് ചെയ്യണം. പിന്നെ അവിടെ നിന്നൊക്കെ ഒരുപാട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അവിടുത്തെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് മെയിനായിട്ടും. അപ്പോൾ നോക്കാം നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ ഈ രാത്രി സമയം ആയതുകൊണ്ട് തന്നെ കുറച്ച് വണ്ടികൾ കുറവുണ്ട്. എന്നാൽ പോലും ഈ വീക്കെൻഡ് ആയത് കാരണം നമ്മൾ പിന്നെ വ്യാഴാഴ്ചയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ 2 മണി കഴിഞ്ഞു. സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ സമയം 3:30 കഴിട്ടോ, 3:30 ടൈമായി. അപ്പോൾ പെട്രോൾ അടിക്കാനും ചായ കുടിക്കാനൊക്കെ കൂടെ ആയിട്ട് നിർത്തിയതാണ്. ഇവിടുത്തെ പള്ളിയിൽ പോയിട്ട് ഇവിടെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ടോയ്ലറ്റിലൊക്കെ പോയി ചായ കുടിക്കാനായിട്ട് വന്നതാണ്. ഇതെന്താണ്, ഇതെന്താ സാധനം? മറ്റേത് എന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ. കുറേ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് പോണ വഴിക്കിൽ. അമിത് ഒരെണ്ണം വാങ്ങിക്കോ, നാട്ടിലോട്ട് കൊണ്ടോ. കൊല്ലം അമിതമായി നാട്ടിലുള്ള ഒരാളെ കണ്ടപ്പോൾ വിശേഷങ്ങൾ ചോദിച്ചറിയാണ്.
നമ്മൾ അവിടുന്ന് ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടെ ഇതില്ല, ഇല്ല അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിൽ കയറിയതാണ്. അപ്പോൾ ഇവിടെ സ്നാക്സും കാര്യങ്ങളും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, എടുക്കുന്നതാണ് ഇതൊക്കെ കൂൾ ഡ്രിങ്ക്സ് ആണ്. ഇപ്പോൾ ഇവിടെയുള്ള ഒരുപാട് ആളുകൾക്ക്, അതായത് വേണം അത് കാണിച്ചേ. ഇതാണ് കോഡ് റെഡ്. ഇവിടെ ലോങ് യാത്രയൊക്കെ പോകുന്ന കുറേ ആളുകൾ ഈ റെഡ് ബുള് കോഡ് റെഡൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. അത്ര ഹെൽത്തി അല്ല, പക്ഷെ എന്നാലും ചില ആളുകളൊക്കെ കാരണം ഇത് അടിച്ചിട്ടാണ് പോവാറുള്ളത്. വേറെന്തെങ്കിലും വാങ്ങണോ? കുറേ ടോയ്സും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. സമയം ഇപ്പോൾ ഏകദേശം 3:30 മണിയായിട്ടുണ്ട്. അമിത് ഭായും ആസിഫ് അതായിട്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് പുറത്തിരിക്കണേ. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഇത് കുടിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ യാത്ര തിരിക്കും. സാധാരണ ഇവിടെ എന്താ പറയുക, ചൂടായതുകൊണ്ട് ഇപ്പോൾ ഈ സമയത്തൊക്കെ ചെറിയ ചൂടൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം ക്ലൈമറ്റ് മാറി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളാണ്. ചൂട് ഏകദേശം തണുപ്പായിട്ടുണ്ട്, ചെറിയ തണുപ്പൊക്കെ ഏകദേശം അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇനി എന്തായാലും പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ തണുപ്പ് ഏകദേശം സ്റ്റാർട്ടായി തുടങ്ങിയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള തണുപ്പുകളുണ്ട്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആ ഒരു എന്താ പറയുക തണുപ്പ് കാറ്റടിക്കുന്നുണ്ട് ഏകദേശം. അപ്പോൾ ഈ റൂട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ദൂരം സാധാരണ പോകുന്ന റൂട്ടല്ല. സാധാരണ ഇതിൻ്റെ പഴയ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു റൂട്ടല്ല, അത് വേറൊരു വഴിയാണ്. ഇത് വെച്ചാൽ സത്യം പറഞ്ഞാൽ നമുക്ക് കിലോമീറ്ററോളം വെറും മരുഭൂമി മാത്രമുള്ള കേട്ടോ. അതായത് മരുഭൂമിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു റോഡ് ഇതിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് വേണം പറയാം. അതുപോലത്തെ ഒരു സ്ഥലമാണ്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വയലൊക്കെ അവിടെയൊക്കെ നമ്മൾ ആരും പെട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, അതുപോലത്തെ സ്ഥലമാണ്. കിലോമീറ്ററോളം വേറെ ഒന്നുമില്ല. ഈ ഒരു എന്താ പറയുക ബ്ലാങ്കായി കിടക്കുന്ന സ്ഥലം പോലത്തെ ഒരു സ്ഥലം കേട്ടോ. വല്ലപ്പോഴൊക്കെ ഒരു വല്ല വണ്ടി കണ്ടാകുണ്ട്, അങ്ങനെയുള്ള സ്ഥലത്തൂടെ നമ്മൾ പോകണം കേട്ടോ. എനിക്കാണെങ്കിൽ ചെറിയ രീതിയിൽ ഉറക്കമൊക്കെ വരുന്നുണ്ട്, കാരണം ഇന്നലത്തെ ഉറക്കം ശരിയാകും. അങ്ങനെ ഞങ്ങൾ വീണ്ടും ചായ കുടിക്കാൻ കയറി ഒരു മുമ്പിലോട്ട് കയറിയിട്ടുണ്ട്. ഗൈസ് അവിടെ ഒരു മല ഉണ്ടോ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു മലയാണ്. ഒരുപാട് എന്താ പറയുക കാണുമ്പോൾ തന്നെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു മലയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ബൂഫിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് അങ്ങനെ ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഹോട്ടൽ പറയുമ്പം ഇപ്പോൾ ആസിഫിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി കയറിയതാണ്. ഇത് ഈ കാണുന്നത് സ്റ്റേജൊന്നുമല്ല കേട്ടോ. ഇതിപ്പോൾ GCCയിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് മജ്ലിസാണ്, അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ഇരിപ്പിടം പോലെയുള്ള സെറ്റപ്പാണ്. ടേബിൾസൊക്കെ കുറവായിരിക്കും. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഇരിക്കണതാണ്. ദമാമിലേക്ക് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. കാരണം നമ്മൾ സാധാരണ ഉള്ള റൂട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഏകദേശം ദമാം എത്താനായിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്, എന്തോന്നറിയില്ല. എനിക്ക് ഇന്നലത്തെ ഉറക്ക ക്ഷീണമൊക്കെ. അപ്പം റൂം നോക്കാനൊക്കെ അമിത് ഭായി പറയുന്നുണ്ട്, റൂം നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ റൂമിൻ്റെ കാര്യം എങ്ങനെയെന്ന് അറിയില്ല. പക്ഷെ മാത്രമല്ല നല്ല റേറ്റും ആയിരിക്കും. പിന്നെ അപ്പോൾ അവിടുത്തെ ഞാൻ റൂമിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവിടെ ഒരു ദിവസമാണോ 2 ദിവസമാണോ എന്ന് അറിയില്ല നിൽക്കാൻ പറ്റുന്നൊരവസ്ഥ എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനനുസരിച്ച് റൂം എടുക്കാമെന്നുള്ള രീതിയിലാണ്. എന്തായാലും ഏകദേശം ദമാം എത്താനായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് മുന്നേ എന്താ പറയുക കോബാറിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, അത് കോബാറിൻ്റെ എല്ലാ സ്ഥലങ്ങളും ഞാൻ ശരിക്കും കാണിച്ചു തന്നൊരു രണ്ട് പാർട്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്ളോഗിന് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണില്ല കൂടുതലായിട്ട്, കാരണം അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഈ 2013 ഭാഗമായിട്ട് സൗദി അറേബ്യ മൊത്തം, ദമാമിൽ മാത്രമല്ല റിയാദിലും ദമാം, ജിദ്ദ, അങ്ങനെ ഓൾ ഓവർ സൗദിയിൽ തന്നെ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ സൗദി അറേബ്യ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ 2030 ഭാഗമായിട്ട്. ഇപ്പോൾ അതായത് പഴയ സൗദിനെ അപേക്ഷിച്ച്, അതായത് 2030 ആകുമ്പോഴത്തേക്ക് പുതിയ അപ്ഡേഷൻസുകൾ, അതുപോലെ ആളുകളെ
വിസിറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ സൗദി അറേബ്യ ഇപ്പോൾ നിലവിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ കോബാർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങി ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ കാറ് കയറിയതാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുള്ള വ്യൂ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേട്ട് പോവാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാർക്കറ്റിലൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓരോ സ്ഥലങ്ങൾ ഞാൻ ഫുള്ളായിട്ട് ഇതിൽ വീഡിയോ എടുത്തിട്ടില്ല. ഓക്കെ, കോബാറിൻ്റെ മാർക്കറ്റുകളാണ് കേട്ടത്. ഇതൊക്കെ എനിക്കൊണ്ട് പഴയ ബിൽഡിങ്ങുകളാണ്, കുറേ കാലം മുമ്പുള്ള ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ. അങ്ങനെ ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആയി. ഞങ്ങൾ ജുമ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മളെ മലയാളീസിൻ്റെ കോഴിക്കോടൻ ബിരിയാണി എന്ന് പറഞ്ഞുള്ളൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റി ആണെന്നൊക്കെയാണ് അമിത് ഭായി പറയണത്. അപ്പോൾ നമ്മളിവിടെ കയറാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ജുമ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ആൾക്കാർ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അമിത് ഭായിയൊക്കെ മറ്റേ ഉറക്കൊക്കെ ഒഴിച്ചിട്ട് കണ്ണൊക്കെ ആകെ ചുമന്നിരിക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ കയറി അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നിൽക്കുക. കാരണം അവർ ജുമ കഴിഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ എത്തി നേരെ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയുള്ള പരിപാടിയിലാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താ ഫുഡ്, മെയിനായിട്ട് ബിരിയാണിയാണ് ഇവർ, വേറെ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് സ്പെഷ്യലെന്ന് അറിയില്ല. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര രസമാട്ടോ. ഉള്ളിലെ ലൈറ്റ്സ് ആയാലും അതുപോലെ തന്നെ അവരെ അറേഞ്ച് ചെയ്തിട്ടുള്ള രീതിയൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ തന്നെ അവിടെ അവർ കുറേ ഇവിടെ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, അതുപോലെ വേറെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആട്ടോ പറഞ്ഞു ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ. അപ്പോൾ അവർ മറ്റേ വാഴൻ്റെ ഇലയൊക്കെ വെച്ച് അതിലാട്ടോ നമ്മൾ വിളമ്പി തരണതൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് എന്ന് പറയണത് ഒരുപാട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധനം ഭയങ്കര ടേസ്റ്റിയാണ്. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി ഞങ്ങൾ വീണ്ടും ഇറങ്ങി കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ശരിക്കും സീക്കോ മാർക്കറ്റാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടത് കോബാറായിരുന്നു. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്കോയിലാണ്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതൊക്കെ സീക്കോ മാർക്കറ്റിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ സീക്കോ മാർക്കറ്റ് ഇവിടെ ഈ കാണുന്നതൊക്കെ സീക്കോ മാർക്കറ്റിൻ്റെ ബിൽഡിങ്ങുകളാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു പഴയ കാല ഇവിടെ കോബാർ മാർക്കറ്റ് എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് പുതിയ ബിൽഡിങ്ങുകളൊക്കെ കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. ഇവിടെ ഇതുപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്ങുകളും ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന, മലയാളീസ് അടക്കം ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നൊരു സ്ഥലം കൂടിയാട്ടോ ഈ സീക്കോ മാർക്കറ്റ് എന്ന് പറയുന്നത്. റിയാദിലെ ബത്ത പോലെയുള്ളൊരു അത്രയും ഇല്ല, പക്ഷേ എന്നാലും അതുപോലെ ഒരുപാട് ആളുകൾ താമസിക്കുകയും ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നൊക്കെ സ്ഥലമാണ് കേട്ടോ ഇത്. നിങ്ങൾ അവിടുത്തെ ബസ് കണ്ടോ? ഇവിടുത്തെ ബസ്, ഈ കാണുന്ന ബസ്സുകൾ, നമ്മളെ റിയാദിലുള്ള ബസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഗ്രീൻ കളർ ബസ്സാണ്, അത് സിറ്റിയിൽ ഓടുന്ന അല്ല മെട്രോ ബസ്സായിട്ടാണ്. ഇത് ഇവിടെയുള്ള ബസ്സുകളൊക്കെ വേറൊരു കളറാണ് കേട്ടോ. ഒരു വൈറ്റ് കളറായിട്ട് വരുന്ന ബസ്സുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ല ക്ഷീണിച്ചിട്ടാണ്. കാരണം ഒരുപാട് അവിടെ ഇവിടെയൊക്കെ നടന്ന് ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പറയുക, ഇനിയിപ്പോൾ എന്താ പ്ലാൻ? മിക്കവാറും ഇവിടുത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ നമുക്ക് കൂടുതലായിട്ട് സെറ്റായിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുള്ളൂ കേട്ടോ. മിക്കവാറും ഇന്ന് തന്നെ ഞങ്ങൾ തിരിക്കും. സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ചിലപ്പം റൂമൊക്കെ എടുത്തിട്ട് നിൽക്കാനുള്ള പ്ലാനൊക്കെയാണ്. ഈ കാണാം കേട്ടോ, അതായത് സൂക്കാണിത്. അതായത് ഇവിടുത്തെ സൂക്കാണ് കേട്ടോ. ശരിക്കും ചില സ്ഥലങ്ങളിലൊന്നും സൂക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടില്ല. ശരിക്കും ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. വണ്ടി പോകാനുള്ള ഒരു സൗകര്യം, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് സാധനം വാങ്ങിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇവർ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് അവിടെ ഇട്ടിട്ട് പോവുക ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ബ്ലോക്കായി ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കൂടി ഇതിലുണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. നേരെ ഇനി റിയാദിലോട്ട് എത്ര മണിക്കൂറുണ്ട്? 3 hours ഉള്ളിൽ. അല്ല 3 മണിക്കൂർ, ശരിക്ക് 4 മണിക്കൂറാണ് ഉള്ളത്. അപ്പോൾ മിതമായി പറയണത് അതിലൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ്. അത് നമ്മളെ ആൾക്കാർ തന്നെ അത് 150 ചവിട്ടിയ ഇതിനേക്കാളും മുന്നേക്കാൻ അവർക്ക് 2 മണിക്കൂറുണ്ടോ മതി എത്തിക്കാനാണ്. അതാണ് നിനക്ക് ട്രോളി കൊല്ലുക. അമീത് ഭായി നല്ല പേടിയിട്ട് ട്രോളി കൊല്ലുക എന്നുള്ള
ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ തിരിക്കണം കേട്ടോ. കാരണം യാത്ര പോകാൻ പറ്റിയ ഒരു, അതായത് ഇന്ന് തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലോട്ട് നമുക്ക് എത്തിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ തിരിക്കുകയാണ്. നല്ല ടയേർഡ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഞങ്ങൾ തിരിക്കുകയാണ് റിയാദിലോട്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം രാത്രി സമയമൊക്കെ ആയി. ഭയങ്കര ക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ റൂം പോയി കിടന്നാൽ മതി. ആ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട്. കാരണം ആകെ ടയേർഡാണ് കേട്ടോ. ഭയങ്കര ടയേർഡായിട്ട് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും അടിപൊളിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.